ഹായ് ഓൾ, ഇന്ന് ഒരു മാഷ്മലോയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ മാഷ്മല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സി എടുക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പ് അളവ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മാഷ്മല്ലോയ്ക്ക് നമ്മൾ ഡസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കേക്കിൻ്റെ ടിന്ന് ഇവിടെ എടുക്കുന്നുണ്ട്. അതിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവറിൻ്റെയും ഷുഗറിൻ്റെയും ഈ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ മാഷ്മല്ലോ ഉണ്ടാക്കിയ ശേഷം ഇത് എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമ്മളത് അലിയാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മളൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇത് ഇനി അലിയിച്ചെടുക്കണം. ഇത് ഒരു 200 ഗ്രാം പഞ്ചസാരയാണ്. 200 ഗ്രാം പഞ്ചസാരയ്ക്ക് 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ, അതാണ് കണക്ക്. പഞ്ചസാരപ്പാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഒഴിച്ച് നോക്കുകയാണ്. ഇത് ഒഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ബോൾ കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന്, ഹാർഡൊന്നും ആയിരിക്കരുത്. ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലറ്റിൻ ഒഴിക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിനി കലക്കി വെച്ചിരിക്കുന്ന ജലറ്റിൻ്റെ മിക്സ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച ശേഷം 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. നമ്മളിനി 1 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമ്മളിത് ഒന്നും ചെയ്യാതെ ഇളക്കാതെ അവിടെ വെക്കുകയാണ്. നമ്മളൊരു വിസ്ക് കൊണ്ട് 5 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ പാട കെട്ടും. ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ 2 മിനിറ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത ശേഷം പിന്നെ ഹാൻഡ് വിസ്ക് കൊണ്ട് 5 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ടിത് കിട്ടും. ഞാനിവിടെ ബീറ്റർ ഉപയോഗിക്കുകയാണ്. ഹൈ സ്പീഡിലാണ് ഞാൻ ബീറ്റർ ഉപയോഗിക്കുന്നത്. 7 മിനിറ്റ് നമുക്ക് ഇത് ഇങ്ങനെ നിർത്താതെ ഹൈ സ്പീഡിൽ അടിച്ചെടുക്കാം. നല്ല ക്രീമി ആയിട്ട് അപ്പോൾ ഇത് മാറും. ഇതിൻ്റെ കളറൊക്കെ മാറി വൈറ്റ് കളറിലേക്ക് ആയിട്ടുണ്ട്. നല്ല പോലെ ഇനി ഒന്നും കൂടെ ക്രീമി ആയിട്ടിത് മാറണം. നന്നായിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഏഴ് മിനിറ്റ് സമയം കൊണ്ട് നല്ലപോലെ ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇത് കൈ കൊണ്ട് തൊടാതെ സ്പൂണ് കൊണ്ട് വേണം ചെയ്യാൻ. ഇത് കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് സ്പൂണ് കൊണ്ട് വേണം ഇത് ലെവലൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ബാക്കി പകുതിയിലേക്ക് കുറച്ച് പിങ്ക് കളർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കളർ ചേർക്കാതെയും ഉണ്ടാക്കാം. ഇവിടെ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് അല്പം കളർ ചേർക്കുന്നുണ്ട്. നല്ല പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് നമ്മൾ സെറ്റായ ശേഷം മാത്രമേ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സായി പോകും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് അടുത്ത സെറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും പിങ്ക് കളറും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് സ്പൂണ് കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു 6 hours ഫ്രിഡ്ജിൽ വെക്കണം.
അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 6 hours ഫ്രിഡ്ജിൽ വെച്ചു. ഇനി പുറത്തെടുത്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇത് നമ്മളിനി ട്രേയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയിലും കോൺഫ്ലവറിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ് നമ്മൾ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. നമ്മളിത് മുറിച്ചെടുക്കുകയാണ്. ഇനി മുറിച്ചെടുക്കുന്ന ഓരോ പീസിലും നമ്മൾ ഉടനെ തന്നെ കോൺഫ്ലവറിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ് നമ്മൾ തേച്ച് കൊടുക്കണം. വളരെ സോഫ്റ്റായിട്ടുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മാഷ്മെല്ലോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.